ഹായ് ഹലോ എവറി വൺ, ഞങ്ങൾ ഇന്ന് പോകുന്നത് അബുദാബിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ ബസ്സിനാണോ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ബസ്സിന് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ സെപ്പറേറ്റ് ബസ്സിൽ പോയിട്ടുണ്ട്, നെഗിൽ സെപ്പറേറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഇത് ആദ്യമായിട്ടാണ് ബസ്സിന് ട്രാവൽ ചെയ്ത് പോകണം. ടോബിക്കുട്ടന് വിശന്നതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ടോബിക്കുട്ടൻ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ചെറിയ മഴത്തുള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 hours ട്രാവൽ ഉണ്ടായിരുന്നു. 3 to 4 hours ട്രാവൽ ഉണ്ട് നമുക്ക് അബുദാബിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബസ്സിലൊക്കെ ഇരുന്നു. ഫൈനലി അബുദാബിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കാറിനാണ് ഇനി പോകുന്നത് ഹോട്ടലിലേക്ക്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ അങ്ങോട്ടേക്ക് ബാത്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ടോബിക്കുട്ടൻ അവിടെ ഓൾറെഡി കയറി പണി തുടങ്ങിയിട്ടുണ്ട്. ബെഡിലൊക്കെ നിന്ന് കളിച്ച് അവനെ പുതിയ ലൈറ്റും പരിപാടിയൊക്കെ കണ്ടപ്പോൾ ആകെ ഹാപ്പി ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം വരുന്നത്. എനിക്ക് ഇവരുടെ ചെയറും ആ കളർ കോമ്പിനേഷനൊക്കെ എനിക്കിഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിൽ വിൻഡോസാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലാസ് വിൻഡോ ആണ്. അപ്പോൾ അതിൻ്റെ കർട്ടൻ മാറ്റിയിട്ടുള്ള വ്യൂ ആണത്. ഞങ്ങൾ ലിഫ്റ്റിലൂടെ താഴേക്ക് പോവുകയാണ്. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗിലുള്ള ഒരു വ്യൂ ആണ്. അപ്പം നമ്മുടെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കട്ടണൊക്കെ മാറ്റിയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം മോശമായിട്ടുണ്ട്, അത് മൈൻഡാക്കണ്ട. ടോബിക്കുട്ടൻ രാവിലെ മെക്കാനിക്കൽ പണികൾ തുടങ്ങി. അവന് ഈ സ്വിച്ച്, നട്ട്, ബോൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ രാവിലെ അവന് ഞാൻ ബണ്ണ് കൊടുക്കുമായിരുന്നു വിശക്കുന്നതുകൊണ്ട്. ബണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബണ്ണ്, ബ്രെഡ് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ണാടിയുടെ അടുത്ത് വന്നിരിപ്പുണ്ട് ആള്. മിറുവാണോ കുഞ്ഞുമണി? കുഞ്ഞുമണി മിറു നോക്കുവാ. ടോബിക്കുട്ടൻ ഇവിടെ ഫുൾ എനർജിയിലാണ് കേട്ടോ. അപ്പോൾ ആളിവിടെ കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ സ്ഥലമായതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം കണ്ണാടിയുടെ അടുത്തും അതുപോലെ നമ്മുടെ വിൻഡോസിൻ്റെ അടുത്തുമൊക്കെയാണ് എപ്പോഴും ഉള്ളത്. അപ്പം മുകളിൽ നിന്ന് താഴെ നോക്കിയാൽ നമുക്ക് കുറേ വെഹിക്കിൾസൊക്കെ പോകുന്ന കാണാം. ആൾ മിക്കവാറും തന്നെ ഈ വിൻഡോസിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും പോയി ഇരിക്കുക. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഉടനെ ചാടി നമ്മുടെ വാഷ്റൂമിലേക്കും കയറിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. നമുക്കവിടെ കെറ്റിലും അതുപോലെ നമുക്ക് തിളപ്പിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുഞ്ഞിന് പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രസ്സൊക്കെ തേക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഡ്രസ്സ് തേക്കാൻ വേണ്ടിയിട്ടുള്ള മെഷ. അപ്പം നമുക്കിവിടുന്ന് ഡ്രസ്സൊക്കെ തേക്കാം. ഇത് നമ്മുടെ വാഷ്റൂമാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഉൾവശമൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം. ഗ്ലാസ് ഡോറൊക്കെ ഉണ്ട്, വാഷ് ബേസിനൊക്കെ. അപ്പോൾ എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോവാം. Spider-Man, 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 Spider-Man. എന്നാക്കുവാ? എന്നാക്കുവാ? ഇവിടെ വന്നതിൽ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്ലാസ് ഡോറാണ്. ഇവിടുന്ന് ആൾ മാറുന്നേ ഉണ്ടായിരുന്നില്ല. എപ്പോഴും വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അതെല്ലാം ഇങ്ങനെ കണ്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഫുഡൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം ആൾ നിരത്തി പരത്തിയൊക്കെ വെക്കുന്നുണ്ടായി. അങ്ങനെ കുഞ്ഞിന് കുറച്ച് നേരം ആൽഫബറ്റിക് സോങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ മെല്ലെ ഈ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി കുറച്ച് നടക്കുവാണ്. ടോബിക്കുട്ടിന് ട്രാവൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൈറ്റ്സൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് കരുതി ഒരു നൈറ്റ് റൈഡിനൊക്കെ പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി അടുത്തുള്ളൊരു പാർക്കിലാണ് പോയത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻസ് പരിപാടി കുറച്ച് സൈഡിൽ നടക്കുന്നുണ്ടായി. ചിലയിടത്ത് ഈ യുദ്ധത്തിൻ്റെ റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. അത്ര ഓപ്പണൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ആളുകളും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത മാളിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് വന്നേക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു പാനിപ്പൂരിയും ബേൽപൂരിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കുഞ്ഞാപ്പിക്ക് എസ്കലേറ്ററിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെല്ലെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഇനി പിറ്റേ ദിവസം ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇത് മദർ മേരീസ് മോസ്ക് ഉണ്ട് ഇവിടെ, അതുപോലെ സെൻറ്റ് ജോസഫ് ചർച്ച് ഉണ്ട്. അപ്പം 2-3 ചർച്ചുകളൊക്കെ അടുപ്പിച്ചുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. എനിക്ക് ഇവിടുത്തെ സെൻറ്റ് ജോസഫ് ചർച്ചിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അങ്ങനെ വന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിംസിൻ്റെ മദർ മേരി മോസ്ക് എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ മാതാവിൻ്റെ പേരിലാണ് ആ മോസ്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോസ്കും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടില്ല. പക്ഷേ അതാ ഈ കാണുന്നതാണ് മദർ മേരി മോസ്ക് എന്ന് പറയുന്നത്. അപ്പം എഴുത്തൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മുസ്ലിംസ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ പ്രാർത്ഥനാലയങ്ങളൊക്കെ ഓൾമോസ്റ്റ് അടുപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പം നമ്മുടെ പള്ളിയും മോസ്കും എല്ലാം അടുത്തടുത്താണ് ഉള്ളത്. ഞാൻ ഈ ഒരു മോസ്കിൽ എഴുതി വച്ചിരിക്കുന്ന പേര് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്തെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിനുള്ളിലൊന്ന് കയറി നോക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ നിന്നില്ല. പിന്നെ കയറാവോന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഇതാണ് റൈറ്റിംഗ്, മേരി ദ മദർ ഓഫ് ജീസസ് മോസ്ക്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് മദർ മേരിയുടെ പേരൻസിൻ്റെ പേരിലൊരു മോസ്ക് ഉണ്ടെന്നാണ്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. അപ്പം കുഞ്ഞുറക്കമായതുകൊണ്ട് കുറച്ച് നേരം അവനെ ഉറക്കമൊക്കെ കിടത്തി അവൻ്റെ ഒരു ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ട്രാവൽ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുറക്കം പതിവുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഉറക്കമെല്ലാം കഴിഞ്ഞ് മെല്ലെ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണ്. ഞാനങ്ങനെ താഴെ എത്തി. വെയിറ്റിംഗ് ഏരിയയിൽ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, തുള്ളി കളിക്കുകയാണ്. അവന് ട്രാവലിങ് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഫൈനലി വണ്ടിയിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ടോബിക്കുട്ടന് താല്പര്യമുള്ളപ്പോഴേ ടാറ്റ കൊടുക്കത്തുള്ളൂ കേട്ടോ. എപ്പോഴും ഒന്നും അങ്ങനെ ടാറ്റ കൊടുക്കുകയല്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ടാറ്റ പറയാം. അങ്ങനെ ടോബിക്കുട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ജേർണി. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.